അതെ, നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു കീ ചെയിൻ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഭയങ്കര സിമ്പിളായിട്ട് വന്ന ക്യൂട്ടായിട്ടുള്ളൊരു കീ ചെയിനാണ്. നമ്മൾ ആദ്യം ഫെവിക്കോൾ മോൾഡാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കൊണ്ടുവരണം കേട്ടോ. കൈ കൊണ്ട് തന്നെയാണ് ഈ ഒരു ഷേപ്പിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് നമുക്കിത് ഡ്രൈ ആക്കാനായിട്ട് വെക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പ് കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണുമായിരിക്കും അല്ലേ എന്താണെന്ന്. നമ്മൾ ഇതിനകത്തൊരു പ്രേത ടീം അല്ലൊരു ക്യൂട്ട് പ്രേതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്ന ഒരു കീ ചെയിനാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളിത് ഇടയ്ക്ക് കൊതുകെല്ലാം വന്ന് നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ. അതൊക്കെ പോട്ടെ. അപ്പം ഇതുപോലെ നമ്മൾ ഷേപ്പിലോട്ടാക്കിയിട്ട് നമുക്ക് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ഒരു ഈവനിങ് ചെയ്തിട്ട് നൈറ്റ് ഫുൾ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് എടുക്കുമ്പോൾ ഇത് ഡ്രൈ ആയി കിട്ടും കേട്ടോ, അടിപൊളിയായിട്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് എടുക്കുക കേട്ടോ. അതിനകത്ത് നമ്മൾ ബേസായിട്ടുള്ള വൈറ്റ് കളറിൽ കോട്ടിങ് അടിക്കുക കേട്ടോ. ഇതിന് വൈറ്റ് കളർ മതി, വേറെ കളേഴ്സൊന്നും വേണ്ട, ഒരൊറ്റ കളർ മതി. പ്രേതങ്ങൾക്ക് വെള്ള കളറാണല്ലോ പൊതുവേ നമ്മുടെ നാട്ടു നടപ്പ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ള കളർ നമുക്ക് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ മുകളിലൊരു ഹാങ്ങിങ് അത് നമ്മൾ ഡ്രൈ ആവുന്നതിന് മുമ്പേ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹാങ്ങിങ് വെക്കാനായിട്ട് പറ്റത്തില്ല, കയ്യിൽ ഹാങ്ങിങ് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിലൊരു ഹോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പം നമുക്ക് എല്ലായിടവും വൈറ്റ് കളർ നല്ല ഫിനിഷായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് ഡ്രൈ ആക്കാൻ വെക്കാവേ ഒന്ന്. അത് നമ്മൾ രണ്ട് സൈഡും ആക്കിയിട്ട് ഒരു പേപ്പറിൻ്റെ പുറത്ത് ഡ്രൈ ആക്കാനായിട്ട് അത് വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ അത് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത്. ഏകദേശം നമ്മളിത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ല കണ്ണ് വെച്ച് കൊടുക്കണം. 2 ബ്ലാക്ക് കളറിലെ അക്രലിക് കളറാണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് 2 കുഞ്ഞ് കണ്ണുകൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ അധികമൊന്നും ചെയ്യുന്നില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞതായിട്ട് സൈഡിൽ 2 ബ്ലഷ് പോലെ വെച്ച് കൊടുക്കാം. വായൊന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു ഇത്. വായൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഇതുപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ വാർണിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലേസിങ് കിട്ടും കേട്ടോ. എൻ്റെ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. അപ്പം ഈ ഒരു കീ ചെയിൻ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കണ്ടേ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി കുഞ്ഞു വീഡിയോസായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.